ശ്രീ സ്റ്റാൻലി ജോർജ്, വെൽക്കം ടു യു. ആദ്യം അറിയാനുള്ളത് ശ്രീ സ്റ്റാൻലി ജോർജ്, എന്തായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഈ രണ്ടാം വരവിൽ ലോകം എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് അമേരിക്കക്കാർ പ്രതീക്ഷിക്കേണ്ടത്? അമേരിക്കയും ലോകവും ഒരുമിച്ച് പ്രതീക്ഷിക്കുന്നത് വലിയ പ്രതീക്ഷകളാണ്. കാരണം ട്രംപിന്റെ രണ്ടാം ഊഴം ലോകത്തിന് വലിയ മാറ്റങ്ങൾ സമ്മാനിക്കാൻ സാധ്യതയുള്ള ഒരു ഭരണകാലമായിരിക്കും. ലോകത്തിന്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക മേഖലകളിലൊക്കെ തന്നെ ട്രംപിന്റെ രണ്ടാം വരവ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷ, സാമ്പത്തിക ഭദ്രത, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രംപ് മുൻഗണന കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ലോകം കേട്ടു കഴിഞ്ഞു. ഇത് ലോകം ഉറ്റുനോക്കുന്ന ഒരു സത്യപ്രതിജ്ഞ ചടങ്ങാണ്. ഇത് വലിയൊരു ആഘോഷമാണ്. ട്രംപിന്റെ വിജയാഘോഷമല്ലത്, സത്യത്തിൽ ജനാധിപത്യത്തിന്റെ ആഘോഷമാണ്. കാരണം അധികാര കൈമാറ്റം എന്നുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. അത് അമേരിക്കയുടെ ഏറ്റവും മഹത്തായ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞ. ട്രംപ് ലോകത്തിന് സമാധാനപരമായിട്ടുള്ള ഒരു ലോകം സമ്മാനിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അമേരിക്കയുടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള പല അപജയങ്ങളും അദ്ദേഹം മാറ്റിയെഴുതും. അദ്ദേഹത്തിന്റെ സുപ്രധാനമായിട്ടുള്ള ഉത്തരവുകൾ, ഇന്ന് 100ഓളം ഉത്തരവുകളാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്. അതുതന്നെ അമേരിക്കയുടെ സർവ്വ മേഖലകളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ശക്തമായിട്ടുള്ള നടപടികളായിരിക്കും അദ്ദേഹത്തിന്റെ ഉത്തരവുകളെന്ന് നാം പ്രതീക്ഷിക്കുന്നു. ശ്രീ സ്റ്റാൻലി ജോർജ്, ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. 2020 2024 ട്രംപ് ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അപ്പോൾ ചിലരെങ്കിലും പറയുന്നുണ്ട് 2024 ട്രംപ് കൂടുതൽ കരുത്തനാണ്, കൂടുതൽ മാറ്റങ്ങൾ സംഭവിച്ച വ്യക്തിയാണെന്ന്. എങ്ങനെ നിരീക്ഷിക്കുന്നു? ഈ രണ്ട് ക്യാമ്പയിനിലും പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ക്യാമ്പയിനിൽ പറഞ്ഞ വിഷയങ്ങൾ അതേപോലെ തന്നെ തുടരാനാണോ ഒരു സാധ്യത? തീർച്ചയായിട്ടും ട്രംപ് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾക്കുടമയാണ്. കാരണം നമുക്ക് ലോകം അത് കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു നയങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ല. അമേരിക്ക ഫസ്റ്റ് എന്ന നയം അദ്ദേഹം പൂർണ്ണമായി നടപ്പാക്കും. ലോകം മുഴുവൻ നന്നാക്കിയിട്ട് അമേരിക്കയ്ക്ക് നന്നാക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ പ്രഖ്യാപന ലക്ഷ്യം അതാണ്.